ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന ഇരുവരുടെയും തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അംഗീകരിച്ചു. കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. കേരള കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇന്ന് കോഴിക്കോട്ട് ചർച്ച നടത്തും. വിവരങ്ങളുമായി ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ, തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബു, തൃശൂരിൽ നിന്നും എൻ ശ്രീനാഥ്, കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീർ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീലാലിലേക്ക്. ശ്രീലാൽ, നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും മത്സരിക്കുന്നില്ല എന്ന് കൺഫേം. തീർച്ചയായും ഗോപി, അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ വയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. രണ്ടുപേരും നേരത്തെ തന്നെ മാറി നിൽക്കാൻ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പല തട്ടിലായി ഉമ്മൻചാണ്ടിയുടെ മുകളിൽ മത്സരിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമ്മർദ്ദത്തെ ഉമ്മൻചാണ്ടി അതിജീവിച്ചു. അതിനോടൊപ്പം തന്നെ അതിന് ഹൈക്കമാൻഡിന്റെ അനുമതിയും നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് രാവിലെയുമായി രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചകളിലും കൂടിക്കാഴ്ചകളിലുമാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. രാഹുൽ ഗാന്ധി ഈ വിഷയം സംസ്ഥാന നേതാക്കളുമായി വിശദമായി തന്നെ സംസാരിച്ചു. ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നൊരു ആഗ്രഹം പല നേതാക്കളും ഈ യോഗത്തിലും മുന്നോട്ട് വച്ചു, രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ചു. ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും അനായാസം വിജയിക്കാനാകും അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പല നേതാക്കളും മുന്നോട്ട് വെച്ചത്. പക്ഷേ തന്റെ നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ ആ നിലപാടിന് അംഗീകാരമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുമതി, ആ നിലപാടിന് രാഹുൽ ഗാന്ധിയുടെ അനുമതി ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക എന്നുള്ള ഒരു വലിയ ചുമതല ഉള്ളതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറി നിൽക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മാറി നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മറ്റൊരു നേതാവ് AICC ജനറൽ സെക്രട്ടറിയും സംഘടനയുടെ ചുമതലയുള്ള നേതാവുമായ KC വേണുഗോപാലായിരുന്നു. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഒരു അന്തിമ തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. KC വേണുഗോപാൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ചുമതലകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം മത്സരിക്കാനില്ല. AICCയിലെ ചുമതലകൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരുന്നത്. അതിന് AICC പ്രസിഡന്റ് അനുമതിയും വേണം. എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വേണ്ട എന്നുള്ള നിലപാടിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അതായത് രാഹുൽ ഗാന്ധി KC വേണുഗോപാലിന്റെ ആഗ്രഹത്തിന് അനുമതി നൽകിയിട്ടില്ല. ഒരു പക്ഷേ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് മണ്ഡലം എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാകുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള തീരുമാനം വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നത്തെ ഈ കേരള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിട്ടില്ല. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ മത്സരിക്കാനില്ല എന്നുള്ള തീരുമാനത്തിനും അംഗീകാരമായിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും അതിനൊപ്പം തന്നെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒന്നും മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. കോട്ടയത്ത് ഉമ്മൻചാണ്ടി ഇറക്കി കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു ആലോചന കോൺഗ്രസിലുണ്ടായിരുന്നു. ആ ആലോചനയ്ക്ക് കൂടിയാണ് ഇപ്പോൾ തടയ വീണിരിക്കുന്നത്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് വലിയ നേതാക്കൾ മത്സരിക്കണമെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നത്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അടക്കം മുല്ലപ്പള്ളിയുടെ കാര്യം മാറ്റി നിർത്താം, ഉമ്മൻചാണ്ടി അടക്കം മത്സരിക്കില്ല എന്ന് വാശി പിടിച്ചത്? വ്യക്തിപരമായ കാരണങ്ങളാണ് ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല എന്ന് തുടക്കം തൊട്ട് പറഞ്ഞിരുന്നത്. അദ്ദേഹം MLA ആണ്. അദ്ദേഹം നിയമസഭയിൽ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹം കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടി അവസാന നിമിഷം വരെ ഉറച്ചു നിന്നു. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ കാരണങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു കാലത്തും ഡൽഹിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവല്ല. അദ്ദേഹം കേരളത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന നേതാവായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതിനൊപ്പം സംഘടനയുടെ ചുമതലയിൽ നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴുമെല്ലാം പല ചർച്ചകൾ ഡൽഹിയിലെത്തിയാലും അന്ന് രാത്രി ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ കേരളത്തിലേക്ക് മടങ്ങുന്ന ഒരു ശീലമായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. അത് ഡൽഹിയിലെ കാലാവസ്ഥ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല, കേരളത്തിൽ എത്രയും വേഗം എത്തണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ഉമ്മൻചാണ്ടി ഇപ്പോഴും തുടരുന്നത്. ആന്ധ്രയുടെ ഉമ്മൻചാണ്ടി AICC ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വച്ചൊരു നിർദ്ദേശം അടുത്തേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ മാത്രമേ ചുമതല ഏൽക്കുകയുള്ളൂ എന്നായിരുന്നു. കേരളത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെയാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ വ്യക്തമാകും. പക്ഷേ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ടെന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അത് അടുത്ത വർഷം ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ സാമാജികനായതിൻ്റെ 50ാം വാർഷികമാണ്. ആ ഒരു വാർഷിക സമയത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാകണം ഒരു പക്ഷേ ഹൈക്കമാൻഡും ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ജയസാധ്യത മാത്രം മുൻനിർത്തി എന്ന് പറഞ്ഞ ഇടതുമുന്നണി സിറ്റിംഗ് MLA-മാരെ അടക്കം ഇറക്കി പരീക്ഷിക്കുന്നു. ജയസാധ്യത മാത്രമാണ് അവിടെ മാനദണ്ഡമായി അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ, ജയസാധ്യതയുള്ള നേതാക്കൾ മാറി നിൽക്കുന്നത് എന്തുതരം സന്ദേശമായിരിക്കും പൊതുസമൂഹത്തിന് നൽകുക? അല്ലെങ്കിൽ എങ്ങനെ അത് മറുപക്ഷത്തിന് ആയുധമാവും?
ഗോപി, ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നുള്ള ഒരു 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 പ്രചാരണം ഉണ്ടായത് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. അത് കോൺഗ്രസിന് പുറത്തു നിന്നുമല്ല വന്നത്. കോൺഗ്രസിലെ ചില ഭാഗത്തു നിന്നുമാണ് ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പിന് ഇറക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉയർന്നു വന്നത്. അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് മുൻപും കോൺഗ്രസ് ഇതുണ്ടായിട്ടുണ്ട്. എ കെ ആന്റണിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മാറിയതിന് പിന്നാലെ അദ്ദേഹത്തെ AICC നേതൃത്വത്തിലേക്ക് എത്തിക്കുകയും കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിന്റെ പിന്നിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ, A ഗ്രൂപ്പ് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില ആരോപണങ്ങളുണ്ട്. അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അതായത് കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന, വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ അവസാന അദ്ദേഹത്തിന്റെ പ്രായവും ഒക്കെ കണക്കിലെടുത്ത് ഒടുവിൽ അദ്ദേഹത്തെ പതുക്കെ ഡൽഹിയിലേക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയും അങ്ങനെ ഒരു ശീലം പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാകുമെന്നതാകാം ഉമ്മൻചാണ്ടി ഇപ്പോൾ മാറി നിൽക്കുന്നതിന് കാരണം. എന്തായാലും ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ജയിക്കും എന്നുള്ള ഒരു പ്രചാരണം വച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. ആ ഒരു താല്പര്യത്തിന് ഉമ്മൻചാണ്ടി നിന്ന് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ തീർച്ചയായും ഒരു പക്ഷേ ഈ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കോട്ടയമോ അല്ലെങ്കിൽ ഇടുക്കിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കുന്ന ഏത് സീറ്റിലും ജയിക്കാം. ഒരു പക്ഷേ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും വലിയ തോതിലുള്ള ഒരു പ്രചാരണത്തിനോ അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ ആവേശമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി മാറി നിൽക്കുന്നു. KPC പ്രസിഡന്റ് കാര്യത്തിൽ ഗോപി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് മത്സരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ സാധ്യമല്ല. കോൺഗ്രസിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ആവശ്യം KPC പ്രസിഡന്റുമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആലോചന തന്നെ നേരത്തെ കോൺഗ്രസിന്റെ AICC ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഈ വിഷയം, ഇന്നലെ ഇന്നുമായുള്ള ചർച്ചകളിലും ഈ വിഷയം വന്നിരുന്നു. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് കുറഞ്ഞപക്ഷം കോട്ടയം സീറ്റിലെ UDF സാധ്യതയും തൊട്ടടുത്ത ഇടുക്കി, പത്തനംതിട്ട സീറ്റുകളിലെ കോൺഗ്രസിന്റെ സാധ്യതകളെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ കോട്ടയം സീറ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ കോട്ടയം സീറ്റിൽ ആളെ മാറ്റണമെന്നോ തുടങ്ങിയ ഒരു നിർദ്ദേശങ്ങളും ഇന്നത്തെ ചർച്ചയിൽ ഇന്നലെ ഇന്നുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം എടുത്ത് ഇവിടെ പരിഹരിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് KPCC രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ചതും അതിന് അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മുസ്ലിം ലീഗുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും കോഴിക്കോട്ട്. അതിനുശേഷം ആണ് ഇപ്പോൾ P. ജോസഫ് പറഞ്ഞ പോലെ നാളെ ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി കോൺഗ്രസ് നടന്ന ചർച്ചകൾക്ക് ശേഷമാകും ആ തീരുമാനം ഉണ്ടാവുക. പക്ഷേ എന്തായാലും അല്പം കൂടി കാത്തിരിക്കാനുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ P. ജോസഫിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ശ്രീലാൽ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത ഉമ്മൻചാണ്ടിയും ഇവരും മുല്ലപ്പള്ളിയും മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് വരാം. ഉമ്മൻചാണ്ടി മത്സരിക്കാതിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണോ, സംഘടന ചലിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയാണോ കൂടുതൽ മത്സരത്തിൽ ഗുണം ചെയ്യുക തുടങ്ങിയ ചർച്ചകളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിഷയം കൂടിയുണ്ട്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, മറ്റൊന്ന് കോഴിക്കോട്ട് നടക്കുന്ന കോൺഗ്രസ് ലീഗ് ചർച്ച. രണ്ടിലേക്കും പോകേണ്ട നമ്മൾ പ്രതിനിധികൾ റെഡിയായി നിൽക്കുകയാണ്. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല. ആകെ സുധാകരൻ മാത്രമാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി സിറ്റിംഗ് എംപിമാരുണ്ട്. ഏതായാലും പട്ടികയിൽ അനിശ്ചിതത്വം ഇപ്പോഴുണ്ട്. ഏറ്റവും ഒടുവിലായി അറിയുന്നത് മുല്ലപ്പള്ളി മത്സരിക്കില്ല, ഉമ്മൻചാണ്ടി മത്സരിക്കില്ല എന്നുള്ളത്. അതിനൊക്കെ അപ്പുറം പക്ഷേ രാഹുൽ വന്നിറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ആവേശമാണ്. ഇന്നലെ തമിഴ്നാട്ടിൽ നമ്മളത് കണ്ടതാണ്. കേരളത്തിൽ തൃശ്ശൂർ രാഹുൽ വന്നിറങ്ങുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ? ഇന്നത്തെ തൃശ്ശൂരിന്റെ മൂഡ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് തിരക്കിട്ട പരിപാടികളാണുള്ളത്. പ്രധാനമായിട്ടും തൃശ്ശൂർ ഫിഷർമെൻ പാർലമെന്റിന്റെ പരിപാടി. ആ ഫിഷർമെൻ പാർലമെന്റിലെ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളി നേതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം കണ്ണൂർക്ക് പോവുക. കണ്ണൂരെ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ മാതാപിതാക്കളെ അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കാസർഗോഡേക്ക് പോയി കാസർഗോഡ് അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട കൃപലാലിൻ്റെയും അതേപോലെ ശരത്തിൻ്റെയും മാതാപിതാക്കളെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അവരുടെ വീടുകൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. അത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം തന്നെയാണ്. അത് മുൻനിർത്തിയുള്ള ഒരു പ്രചരണത്തിനായിരിക്കും കോൺഗ്രസ് തയ്യാറാകുന്നത്. അതിന്റെ സൂചനയാണ് അദ്ദേഹം ഈ രണ്ട് രക്തസാക്ഷികളും
വിഷയവുമായി ബന്ധപ്പെട്ടവരെ അദ്ദേഹം സന്ദർശിക്കുന്നത്. അതുതന്നെയായിരിക്കും ഇന്ന് കോഴിക്കോട് നടക്കുന്ന ജനമഹാറാലിയിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ ജനമഹാറാലിയിൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട സന്ദേശവും അതുതന്നെയായിരിക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഗോപി. ശ്രീനാഥ്, ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട്ട് ഷഹീദ് കൂടി ചേരുന്നുണ്ട്. ഷഹീദ്, ഇന്നിപ്പോൾ അല്പം മുമ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് PJS പറഞ്ഞ കാര്യമുണ്ട്, നാളെ ആയിരിക്കും ഒരു തീരുമാനമെന്ന്, നാളെ വരെ കാക്കുന്നുവെന്ന്. അതിൻ്റെ ഒരു അടിസ്ഥാനം കോഴിക്കോട്ട് നടക്കുന്ന മുസ്ലിം ലീഗ് കോൺഗ്രസ് ചർച്ച തന്നെയാണ്. എന്താണ് ചർച്ചയുടെ ഗതികൾ? നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെ? ഗോപി, ചർച്ചകൾ ഉണ്ടാകുമെന്ന ഒരു വിവരം മുസ്ലിം ലീഗ് നേതാക്കന്മാരും നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു ചർച്ച ആയിരിക്കില്ല എന്നാണ് അവർ നമുക്ക് നൽകുന്ന വിവരം. കാരണം ഈ ജനമഹാറാലിയിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കന്മാരെല്ലാം കോഴിക്കോട് നിന്ന് എത്തുന്നുണ്ട്. ഇതിനിടയിൽ വെച്ച് ഒരു സംഭാഷണമായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം മുന്നണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ഘട്ടമെത്തിയ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു നീക്കം, മുസ്ലിം ലീഗിന്റെ കൂടി ഈ വിഷയത്തിലുള്ള ഇടപെടൽ, അനിവാര്യമായ ഇടപെടൽ കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതിനകം തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ KM മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. പലവിധ ഫോർമുലകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ, രമ്യമായി പരിഹരിക്കാൻ സാധ്യമാകുന്ന ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായിട്ടും നടക്കുക. പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും രാഷ്ട്രീയവും അതിനതീതവുമായ ചില ബന്ധങ്ങളുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ച് ജോസഫിന്റെ ഇപ്പോഴുള്ള ജോസഫ് ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി പരിഹരിക്കുന്ന തരത്തിൽ, അനുനയിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ചും സംഘടനാ തലത്തിൽ പ്രധാനമായ ചില സ്ഥാനങ്ങൾ നൽകുക ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സാധ്യതകൾ ആരായാൻ മുസ്ലിം ലീഗിന് കഴിയുമോ? ശ്രീലാലാണ്. തീർച്ചയായും അത് തന്നെയാണ് ചോദ്യം. കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അത് തന്നെയാണ് KM മാണിയെ തിരിച്ച് UDF-ലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കുഞ്ഞാലിക്കുട്ടിയാണ് അന്ന് ഇതിന് മുൻകൈയെടുത്തത്. അതിനുശേഷം ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നേടിക്കൊടുക്കാനുള്ള നിർണായക പങ്ക് വഹിച്ചതും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ KM മാണിയും ജോസ് കെ മാണിയും ഉയർത്തിയ ഈ പുതിയ പ്രതിസന്ധിയിൽ ചില ചർച്ചകൾക്ക് കുഞ്ഞാലിക്കുട്ടി തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞാലിക്കുട്ടി മാറി, മുസ്ലിം ലീഗ് മാറി. എന്തുകൊണ്ടാണ് ഇത്ര കൗതുകമുള്ള ഒരു നടപടി ഉണ്ടായത്? തീർച്ചയായും വലിയൊരു ഒരു റോള് കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വിഷയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോയത്? തീർച്ചയായും ശിലൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ ഈ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വാങ്ങി നൽകുന്നതിൽ കുഞ്ഞാലിക്കുട്ടി വലിയ ഇടപെടൽ മുന്നണിക്കകത്ത് നടത്തി എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഇടപെടൽ മുസ്ലിം ലീഗിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റൊരു പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് വാങ്ങി നൽകുന്നതിന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രീതിയിൽ അമിതാവേശം കാണിച്ചു, കൃത്യമായ തിടുക്കം കാണിച്ചു എന്നുള്ള വിമർശനം മുസ്ലിം ലീഗിനുള്ളിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയുടെ അനുമതിയില്ലാതെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്തരമൊരു ഇടപെടൽ നടത്തിയതെന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ ആ കാലത്ത് വലിയ തോതിൽ ഉയർത്തപ്പെട്ടിരുന്നു. ചില വിമർശനങ്ങൾ യോഗങ്ങളിൽ ചില അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വലിയ വിമർശനം യോഗത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും ആ തരത്തിൽ വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ആ തരത്തിൽ ഒരു വിമർശനം നേരത്തെ ഏറ്റ സ്ഥിതിക്ക് കൃത്യമായും ആ രീതിയിലുള്ള മുൻകൈ എടുത്തുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ കൂടി കൃത്യമായ അനുമതിയോടുകൂടി മാത്രമേ, പ്രത്യേകിച്ചും കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം എന്നുള്ള നിലയിൽ ആ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുകയുള്ളൂ. എങ്കിൽ കൂടി PK കുഞ്ഞാലിക്കുട്ടി ഫോണിലും അല്ലാതെയുമായി ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പൂർണ്ണമായും മുൻകാലങ്ങളിലൊക്കെ ഇത്തരം കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കേരള കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി വളരെ സജീവമായി മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങിയ ഒരു മധ്യസ്ഥ ചർച്ചകൾക്കും അനുരഞ്ജനത്തിനും ഒക്കെ തയ്യാറായത്. പക്ഷേ ആ തരത്തിലൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാജ്യസഭാ സീറ്റിലുള്ള ഇടപെടൽ പാർട്ടിക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള ഒരു രാഷ്ട്രീയം സാഹചര്യം കൂടി PK കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഈ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിൽ നിൽക്കെ ഈ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ കേരള കോൺഗ്രസിനുള്ളിൽ അകത്തെ പ്രശ്നം മുന്നോട്ട് പോകുന്നു. അത് UDF-നെ പോലും ബാധിക്കുന്ന തരത്തിൽ, കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കും ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുന്ന ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിനോട് ഇടപെടാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഏതായാലും ലീഗ് അത് ഏത് രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏതായാലും ഇന്നത്തെ കോഴിക്കോട് നടക്കുന്ന ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അവസാന കൈ എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിന്റെ കൂടി ഇടപെടൽ, കൃത്യമായ ഇടപെടൽ, പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഈ ഇടപെടൽ ആണ് ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ക്ഷണിച്ചുകൊണ്ടുവന്നിട്ട് അങ്ങനെ മാറി നിൽക്കേണ്ട എന്നൊരു താല്പര്യം കോൺഗ്രസിനും ഉണ്ടാകും.
തീർച്ചയായും ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇപ്പോൾ നാളെയോടുകൂടി തീരുമാനമെന്ന് ജോസഫ് പറയുന്നു. പക്ഷേ ഷാഹിദ് പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ മഹാറാലിയുടെ ഒരുക്കങ്ങളാണ്. ഈ വിഷയത്തിൽ മാത്രം ഊന്നിയ ഒരു വലിയ ചർച്ചയ്ക്കുള്ള സാധ്യതകളുമില്ല. സത്യത്തിൽ പിന്നെ നേരത്തെ ശ്രീലാലും ഷാഹിദും സൂചിപ്പിച്ച പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ നയതന്ത്ര ഇടപെടലുകൾക്ക് പഴയ പോലെയുള്ള സാധ്യതകൾ കുറവുമാണ്. ലീഗിന്റെ അനുമതിയും വേണം. ജോസഫ് പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ നിലവിൽ? ശ്രീലാൽ. ഗോപി, ഒരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന് മറ്റ് തിരക്കുകളുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും കേരളം വിട്ടു പോകുന്നവരുള്ള തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം, ഈ പ്രശ്നത്തിൽ ഇന്ന് ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തരം ലീഗുമായുള്ള ചർച്ച. UDF ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്ന് ഘടകകക്ഷി, ആ ഘടകകക്ഷിയുമായി കൂടി മറ്റൊരു ഘടകകക്ഷിയുടെ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ചർച്ചകൾക്കായി ഒരു ദിവസം കൂടി മാറ്റിവെക്കുക. ജോസഫിനെ ഒരു ദിവസം കൂടി ആ ഒരു പേരിൽ തടഞ്ഞു നിർത്തുക. നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ത് പറഞ്ഞാലും ശരി, നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്നലത്തെ ഉഭയകക്ഷി ചർച്ചയിലും ഒപ്പം അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെ ഒരുമിച്ച് പി ജോസഫ് കണ്ടപ്പോഴും നൽകിയതിൽ അപ്പുറത്തേക്ക് ഒരു വാഗ്ദാനം, അപ്പുറത്തേക്ക് ഒരു ഗെറ്റവേ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും നമുക്ക് പറയാൻ സാധിക്കുന്നതും. ജോസഫിനോട് ഒരു അല്പം കൂടി ക്ഷമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. പക്ഷേ ജോസഫ് ഇന്നലെ അവസാനമായി ജോസഫ് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ഉപാധി, ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ, രണ്ടില പിരിയാതെ, ഇലയ്ക്ക് ഒരു കേടുമില്ലാതെ മുള്ളിനെ കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ളതാണ് ജോസഫ് അവസാനം വച്ചിരിക്കുന്ന നിർദ്ദേശം. അത് സംഘടനയിലുള്ള ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ശരി മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കണം എന്നുള്ളതാണ്. അല്ലാതെ ജോസഫിന് ഈ കേരള കോൺഗ്രസിൽ നിന്നും പുറത്തു പോകാനുള്ള ആഗ്രഹം തൽക്കാലമില്ല. കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി UDF തന്നെ പുറത്തു പോകേണ്ടി വന്നാൽ UDF തന്നെ നിൽക്കാനാണ് ആഗ്രഹം. പക്ഷേ അപ്പോഴും ഒരു വലിയ പ്രതിസന്ധി, ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം KM മാണി നടപടി സ്വീകരിക്കുമോ എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന് മുന്നിൽ പി ജോസഫ് ഈ നിർദ്ദേശവും വച്ചിരുന്നു. അതിന് കോൺഗ്രസ് നൽകിയ മറുപടി, അക്കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, വേണമെങ്കിൽ പറഞ്ഞു നോക്കാം, പക്ഷേ KM മാണിയുടെ ഇപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ച് KM മാണി അതിന് വഴങ്ങാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നലെ 3 നേതാക്കളുമായും KPC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായും ഒരുമിച്ച് നടത്തിയ പി ജോസഫ് നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന സ്വീകരിച്ച നിലപാട്. ഒരല്പം കൂടി കാത്തിരിക്കുക, തൽക്കാലം എടുത്തു ചാടരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ നിർദ്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും പി ജോസഫ് മടങ്ങിയതെന്നാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്ന ഒരു വാർത്ത സൂചന. ഇപ്പോൾ അതിനുശേഷം ഒരു പടി കൂടി മുന്നോട്ട് വെച്ച് ലീഗുമായി കൂടി ചർച്ച നടത്തുന്നു. അപ്പോൾ ലീഗും കോൺഗ്രസും ഒരു അഭ്യർത്ഥന നടത്തുന്നു പി ജോസഫിനോട് തൽക്കാലം ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന്. ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പി ജോസഫ് തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും കേരള കോൺഗ്രസിലെ ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് VM സുധീരന്റെ പഴയ ചില വാക്കുകളാണ്. അന്ന് കേരള കോൺഗ്രസിനെ ഇവരെ ക്ഷണിച്ചുകൊണ്ട് വന്നപ്പോൾ സുധീരൻ പറഞ്ഞ കൃത്യമായ ചില നിലപാടുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 3 സീറ്റ് ഇടുക്കി, കോട്ടയം മാത്രമല്ല ഇടുക്കി അടക്കം പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ക്ഷണിച്ചു കൊണ്ടുവന്നവർ തന്നെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് ശ്രീലാൽ സൂചിപ്പിച്ച പോലെ തന്നെ ലീഗിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ്. അതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതുകൂടാതെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല, മുല്ലപ്പള്ളി മത്സരിക്കുന്നില്ല, സുധീരൻ മത്സരിക്കുന്നില്ല എന്ന സുപ്രധാന വാർത്തയും. അതാണ് UDF പൊളിറ്റിക്സുമായി ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. കിരണിലേക്ക് വരുന്നു. കിരൺ, ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. 3 പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിന് രാഹുൽ ഗാന്ധി അംഗീകാരം നൽകിയിരിക്കുന്നു. രാഹുൽ ഇന്ന് കേരളത്തിലുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും പൂർണ്ണമായി ആയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. ഈ 3 പേര് മാറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റാര് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് പൊതുചിത്രം കിരൺ? ഗോപി, കോൺഗ്രസിൻ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ 3 മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ടായിരുന്നു. ഇവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മറ്റ് ഇടങ്ങളിലെ അടക്കം സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുത്തേണ്ടി വരും. സ്വാഭാവികമായും സാമുദായ സമവാക്യം അടക്കം കോൺഗ്രസിന് പരിഗണിക്കേണ്ടതുണ്ട്. ഈ നേതാക്കൾ മത്സരിക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാതെ മറ്റ് സ്ഥലങ്ങളിലെ അടക്കം ഇവർ മത്സരിക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങളിലെ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നിലേറെ പേരുകളിലായി ഈ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ പേരുകൾ തത്തിക്കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഒരു തീരുമാനം എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ നേതാക്കൾ വ്യക്തമാക്കിയതുപോലെ ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയോടും വ്യക്തമാക്കി. അദ്ദേഹം അതിന് അനുമതി നൽകിയിരിക്കുന്നു. അതോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടന്നിരിക്കുകയാണ്. ഇനി സ്വാഭാവികമായും ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിലേക്ക് കോൺഗ്രസിന് കടക്കാൻ കഴിയും. കോൺഗ്രസ് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ അല്ലെങ്കിൽ 15-ാം തീയതി രാത്രിയിലോ അല്ലെങ്കിൽ 16-ാം തീയതിയായി ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ ഘട്ടം രൂപം നൽകുന്നതിന് കാര്യമായ തടസ്സങ്ങൾ ഇപ്പോൾ
ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലില്ല. തടസ്സങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും. ഓരോ മണ്ഡലത്തെ സംബന്ധിച്ച് അവകാശവാദങ്ങൾ ഉയരാം. AI ഗ്രൂപ്പുകൾ ഇല്ലെന്ന് AI ഗ്രൂപ്പ് വീതം വെപ്പില്ലെന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങളെ പാലിക്കേണ്ടതുണ്ട്. ഏകദേശം അതിൽ വലിയ കോട്ടം വരുത്താൻ കഴിയില്ല. ഒരു ഗ്രൂപ്പിനെയും വല്ലാതെ നോവിക്കാനോ അല്ലെങ്കിൽ വല്ലാതെ സഹായിക്കാനോ കഴിയില്ല. അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അത്തരം ഒരു ഘട്ടത്തിലേക്കാവും സ്വാഭാവികമായും കടക്കുക. ഇന്ന് രാഹുൽ ഗാന്ധിയുമായി ഈ പ്രധാന നേതാക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതോടെ ഇനി മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ, ഇനി രണ്ടാം ഘട്ടത്തിൽ പരിഗണനയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ സ്വാഭാവികമായി വരും. അതിൽ ഇനി കോട്ടയത്ത് നിന്ന് മാറാൻ തയ്യാറില്ലെങ്കിൽ കോട്ടയം തന്നെ, അല്ലെങ്കിൽ ഇടുക്കി സീറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഇടുക്കി സീറ്റിൽ ആര് വരണം? അത് ഇടുക്കി സീറ്റിൽ I ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണോ വരേണ്ടത്? A ഗ്രൂപ്പിന്റെ, കഴിഞ്ഞ തവണ A ഗ്രൂപ്പിൻ്റെതായിരുന്നു. വയനാട് I ഗ്രൂപ്പിന് നേരത്തെ തന്നെ തുടർച്ചയായി I ഗ്രൂപ്പ് മത്സരിക്കുന്ന മണ്ഡലമാണ് വയനാട്. എന്നാൽ വയനാട് ഇക്കുറി വിട്ടുകൊടുക്കണമെന്ന ആവശ്യം A ഗ്രൂപ്പിനുണ്ട്. അങ്ങനെ വന്നാൽ ഇടുക്കിയാണോ പാലക്കാടാണോ ഏതാണ് I ഗ്രൂപ്പിന് മടക്കി കിട്ടുന്നത്? ഇത്തരം ആവശ്യങ്ങളെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. ഈ രണ്ട് പ്രധാന നേതാക്കൾ ഇനി കൂടിയിരിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് പ്രധാന നേതാക്കളും കൂടി എന്ന് ഒരു പ്രാഥമിക ഒരു രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ട, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ട ഒരു പട്ടിക സംബന്ധിച്ച് ഏകദേശ രൂപം നൽകും. ആ പട്ടിക അവിടെ ഹൈക്കമാൻഡ് കൂടി അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചാൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും ഒരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കണം എന്ന രീതിയിലേക്ക് നിലപാടെടുക്കാനുള്ള സാധ്യത കുറവാണ്. ഹൈക്കമാൻഡ് വേറെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പരിശോധനകളുടെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു നിഗമനങ്ങളുണ്ട് ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും. അത്തരം ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഒരുമിച്ച് ഒരു പേര് നിർദ്ദേശിച്ചാൽ അത് പൂർണ്ണമായും തള്ളിക്കളയാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. ഇനി അത്തരം ഒരു ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ കടന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കിരൺ, ഒരു ചോദ്യം വരുന്നത്, ഇപ്പൊ രണ്ട് നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, മുല്ലപ്പള്ളിയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും. പക്ഷേ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. KC വേണുഗോപാലിനെ മത്സരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ KC എവിടെയാകും മത്സരിക്കുക? ആലപ്പുഴയിലേക്ക് തന്നെ KC വരുമോ, അതോ KC നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ടോ? തിരക്ക് അപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം പറഞ്ഞത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ല എന്ന് അതിന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ അതിനുശേഷം KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കി തന്നെ തിരക്ക് മൂലമാണ് താൻ മത്സരിക്കാനില്ല എന്ന്. അത് ന്യൂസ് 18 തന്നെയാണ് അത് വ്യക്തമാക്കിയത്. അതിനുശേഷം ഒറ്റ മണിക്കൂറിനുള്ളിൽ വീണ്ടും KPCC അധ്യക്ഷൻ ഒരു വാർത്താ മാധ്യമങ്ങളെ വിളിച്ച് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ആലപ്പുഴയിൽ മത്സരിക്കണമെന്നത് പ്രവർത്തകരുടെ താല്പര്യമാണ്, ആ പ്രവർത്തകരുടെ താല്പര്യമാണ് താൻ പറഞ്ഞത്, ആ വികാരം താൻ പങ്കുവെക്കുകയായിരുന്നു. KC വേണുഗോപാൽ മികച്ച നേതാവാണ്, മറ്റൊന്നും താൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ വ്യാഖ്യാനം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇതിലെല്ലാം ചില അവ്യക്തതകൾ അപ്പോഴും നിലനിൽപ്പുണ്ടോ? ഈ ആലപ്പുഴയിൽ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ ഏകദേശം ഏറെക്കുറെ ധാരണയാവുകയും പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത അടൂർ പ്രകാശിന്റെ പേരാണ് ആലപ്പുഴയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടൂർ പ്രകാശ് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിലേക്ക് പകരം ആര് വരും? അവിടെ ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ വേണം. ഇത്തരം ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വയനാട് സീറ്റ് ഒരു സുരക്ഷിതമായ മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസിലെ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്നത് വയനാടാണ്. വയനാട് താരതമ്യേന മത്സര രംഗത്ത് കൂടുതൽ സമയം സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പോലും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും. എന്നാൽ ആലപ്പുഴയിൽ അങ്ങനെയല്ല. ആലപ്പുഴയിൽ കടുത്ത മത്സരം നടക്കുന്ന സ്ഥലമാണ്. മുൻ വർഷങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. മുൻ വർഷങ്ങളിൽ മത്സരം നടക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് ആലപ്പുഴ. രണ്ടു പക്ഷവും മാറിയും തിരിഞ്ഞും ജയിച്ചിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് KC വേണുഗോപാൽ എന്തായാലും ഇല്ല എന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. ഇനി പിൻവാങ്ങിയിട്ട് വീണ്ടും അവിടേക്ക് വരുന്നൊരു സാഹചര്യത്തിന് സാധ്യത കുറവാണ്. പക്ഷേ വയനാട്ടിൽ നിന്ന് മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും അവസാന ഘട്ടത്തിൽ അങ്ങനെ വയനാട്ടിലേക്ക് വരാൻ ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാനുമാവില്ല. തീർച്ചയായും. ഇപ്പോൾ സുവി കൂടി ചേരുന്നു. തൃപ്രയാർ എന്നാണ് സുവി ചേരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രധാന പരിപാടികളിലൊന്ന് അവിടെയാണ്. മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള സംവാദം, അതിനുശേഷം അത് കോൺഗ്രസിന്റെ പ്രചാരണ പട്ടികയിൽ, അതിന്റെ മുൻഗണന പട്ടികയിൽ അത് ഉൾപ്പെടുത്തുന്നതിന്റെ ചർച്ചകൾ എല്ലാം തന്നെയുണ്ട്. ഏതായാലും സുവി എന്താണ് അവിടുത്തെ ഒരു പൊതുമൂഡ്? എത്രമാത്രം ആൾക്കാരുണ്ട്, നേതാക്കളുണ്ട്? രാഹുൽ ഗാന്ധിയുടെ വരവിന് വേണ്ടി ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. നമുക്ക് വേദിയിലേക്ക് നോക്കിയാൽ തന്നെ നേതാക്കളെല്ലാം അണിനിരന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. VM സുധീരൻ, PC ചാക്കോ, KV തോമസ്, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും ഇങ്ങോട്ട് എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന്, അതായത് തൃശൂർ രാമനിലയത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ
അരമണിക്കൂർ ദൂരമേ അവിടെ നിന്ന് ഇങ്ങോട്ടെത്താനുള്ളൂ. അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഫിഷർമെൻ പാർലമെന്റിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. 543 പ്രതിനിധികളും ഒപ്പം തന്നെ 200ഓളം സൗഹൃദ പ്രതിനിധികളും 2500ഓളം സന്ദർശകരും ഉൾപ്പെടുന്ന ഒരു സദസ്സിനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഏതാണ്ട് 3000ഓളം ആളുകൾ വരും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ചെന്നൈയിൽ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടികളുമായി നടത്തിയ സംവാദം ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിന് നേരെ വിപരീതമായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അത്തരക്കാരായ ആളുകളെയാണ് അദ്ദേഹം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി എന്തെല്ലാം പറയും എന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. നമുക്ക് അറിയാം, നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചൈനയുടെ കാര്യത്തിൽ, അതായത് മസൂദ് അസറിനെ കൊടും ഭീകരനായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തെ UN-ൽ ചൈന തടഞ്ഞു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിനെതിരെ മറുപടി പറയാൻ പോലും ഇന്ത്യ തയ്യാറായില്ല എന്ന ഒരു ചോദ്യമുള്ളത്. സുവി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപമായിട്ടില്ല എങ്കിൽ പോലും കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണം തുടങ്ങാൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതാകട്ടെ TN പ്രതാപൻ എന്നുള്ള യുവനേതാവും. അങ്ങനെയെങ്കിൽ TN പ്രതാപന് അവിടെ തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അങ്ങനെ ഒരു സൂചന കൂടി ഇങ്ങനെ ഈ ഒരു പ്രചാരണ തുടക്കത്തിനുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഈ പ്രചാരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത് നാട്ടികയിൽ നിന്നാണ്. നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. നാട്ടിക നിയമസഭാ മണ്ഡലത്തിലാണ് തൃപ്രയാർ ഉൾക്കൊള്ളുന്നത്. നാട്ടിക നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. സ്വാഭാവികമായും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് TN പ്രതാപന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിന്ദു മുസ്ലിം സമവാക്യം സഭയ്ക്ക് പ്രിയപ്പെട്ട ആളുകൂടിയായിരിക്കണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്നത് TN പ്രതാപന്റെ പേര് തന്നെയാണ് തൃശ്ശൂരിൽ. ഒപ്പം തന്നെ VM സുധീരന്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എങ്കിൽ കൂടിയും ഇന്ന് ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കുന്നത് താൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ചടങ്ങ് ഇന്ന് നാട്ടികയിൽ നിന്ന് ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും അധികം നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഏറ്റവും പ്രബലനായ അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവ് കൂടിയാണ് TN പ്രതാപൻ. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി TN പ്രതാപൻ തന്നെ ആയേക്കും എന്ന അതിനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുപോകുന്നത്. സുവിയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പൊതുമൂട് തന്നത്. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമുക്ക് വിശദമായ ചടങ്ങിലേക്ക് കിടക്കാം. ശ്രീലാൽ, ഇപ്പോൾ ചടങ്ങിന്റെ വേദിയും എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മാറുന്ന കാലത്തിനനുസരിച്ച് കോൺഗ്രസ് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഡിജിറ്റൽ സ്ക്രീനും LED വാളും അവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ സ്പീച്ചിന്റെ ചിത്രങ്ങളും. ഏതായാലും ഒരു കാര്യം കൂടിയുണ്ട്. CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ ഗ്രൗണ്ടിൽ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് UDF ആണ്. UDFന്റെ അനിശ്ചിതത്വങ്ങളാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചില്ലെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ, കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, അങ്ങനെ സജീവമായി വാർത്തയിൽ നിലനിൽക്കുന്നത് UDF-മാണ്. ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എത്രമാത്രം ഈ കോൺഗ്രസ് ക്യാമ്പുകളെ, UDF ക്യാമ്പുകളെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? തീർച്ചയായും ഗോപി, ഇന്ന് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രചാരണം തുടക്കം കുറിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായും അത് അണികൾക്കൊരു വലിയ ആവേശം തന്നെയാണ് നൽകുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്, ACCക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. കൊലപാതക രാഷ്ട്രീയങ്ങൾ, ഇങ്ങനെ നിരവധി കോൺഗ്രസിന് പേപ്പറിലെങ്കിലും കോൺഗ്രസിന് ജയസാധ്യത ഉണ്ട് എന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി ഈ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിഞ്ഞ് നടത്തുന്ന മറ്റ് ചടങ്ങുകൾ, ഇന്ന് അദ്ദേഹത്തിന് മറ്റ് പരിപാടികൾ, അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ പെരിയയിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഇതിനിടയിൽ വയനാട്ടിലേക്ക് പോകാൻ സുരക്ഷാ കാരണങ്ങളാൽ സാധിച്ചില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈ നടപടികളെല്ലാം തന്നെ കേരളത്തിന്റെ മനസാക്ഷിയെ തുടർന്ന രീതിയിലുള്ള പരിപാടികളിലേക്കാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടി തന്നെ, തൃശ്ശൂരിലെ ഈ പരിപാടി തന്നെ ഓഖി അടക്കമുള്ള വിഷയങ്ങളിൽ അവിടെ ആ സമയത്ത്, നമ്മളെ വെള്ളപ്പൊക്ക സമയത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ വലിയ ഒരു ശ്രമം, അതുകൂടി അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി. ഓഖി ദുരന്തമുണ്ടായപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ സർക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം.
ഇങ്ങനെ ഈ പരിപാടികളെല്ലാം തന്നെ കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ട് ഉണർത്തിയ, കേരളത്തിന്റെ മനസാക്ഷിക്കൊപ്പം നിൽക്കുന്ന പരിപാടികളാണ്. അങ്ങനെയാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ. അങ്ങനെ തുടക്കം കുറിക്കുക ഈ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉയർത്താൻ പോകുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് കൂടി അതുകൂടി മറ്റേ മുഖ്യധാരയിൽ കൊണ്ടുവന്നുകൊണ്ട് അതുകൂടി ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടി KPCC ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണങ്ങളും നടപടികളും തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എത്ര പെട്ടെന്നുണ്ടാകും എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. നാളെ വെള്ളിയാഴ്ച ഡൽഹിയിലെ ചർച്ചയിൽ ഇതിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. കോൺഗ്രസ് ഈ വൈകിപ്പിക്കുന്നതിലും കോൺഗ്രസിന് ചില ലക്ഷ്യങ്ങളുണ്ട് ഗോപി. അതായത് കോൺഗ്രസിൽ ഒരു സീറ്റിലേക്ക് ഒട്ടനേകം പേർ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ആശയും ആവേശവുമായി എല്ലാം നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ അതൃപ്തരെ എത്രത്തോളം അതൃപ്തരെ അവരുടെ പ്രത്യാശ കൊടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് ചോദ്യം. ഫെബ്രുവരി 20 2 മാസം മുമ്പ് 1 മാസം മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്നെല്ലാം പറയുമെങ്കിലും എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്യുന്നത് ഏറ്റവും അവസാനം വരെ ഈ സീറ്റ് മോഹിക്കുന്നവരെ അങ്ങനെ തന്നെ ആ മോഹവലയത്തിൽ നിലനിർത്തി കൊണ്ടുപോവുക, അവർക്ക് പ്രതിഷേധിക്കാനും വിമതസ്വരം ഉയർത്താനും അവസരം കൊടുക്കാതെ ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ പോക്കിൽ മുന്നോട്ട് പോവുക. ഇതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ഇത്തവണയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി പട്ടികയുണ്ടാകും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പുണ്ടാകും. രാഹുൽ ഗാന്ധി വന്ന് ഒരു വലിയ ഓളം ഉണ്ടാക്കിയ ശേഷം അതിനെതിരെ പ്രവർത്തിക്കാൻ, അതിനെതിരെ ഒരു വിമതസ്വരം ഉയർത്താൻ എന്തായാലും എത്ര വലിയ സീറ്റ് മോഹിയായാലും തയ്യാറാകില്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്.